മൂർക്കമ്പാമ്പിനെ ഇട്ട് വെച്ച് വീര്യം കൂട്ടിയ വൈന് കണ്ടിട്ടുണ്ടോ? അത് കുടിക്കാനും കാണാനും ഒക്കെ കുറേ ആൾക്കാർ വരുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. പച്ചക്കറികൾ നല്ല ഭംഗിയിൽ തൂങ്ങി തൂങ്ങി നിൽക്കണം പച്ചക്കറികളും. ഈ കഴുത്തിലൊരു മലമ്പാമ്പിനെ ചുറ്റി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒക്കെ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വിയറ്റ്നാം. ഇത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. ഇത് വിയറ്റ്നാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ അവിടെ ഹോച്ചിമിൻ സിറ്റിയിലെ മെക്കോങ് ഡെൽറ്റ ടൂറാണിത് കേട്ടോ. ആദ്യം തന്നെ എല്ലാവരും സൺസ്ക്രീനൊക്കെ വാരി തേക്കുന്നുണ്ട്. നമ്മളൊരു ബോട്ടിൽ ടൂറാണ്. നല്ല വെയിലാണ് ഹോച്ചിമിനിൽ ഒരുവിധം എല്ലാ കാലത്തും ചൂടാണ്. അപ്പോൾ നന്നായി സൺസ്ക്രീനൊക്കെ ഇടാൻ ആദ്യം തന്നെ നമ്മൾ ഗൈഡൊക്കെ പറയും. അങ്ങനെ നമ്മളൊരു ബോട്ടിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ കുറേ സ്റ്റോപ്പുകളുണ്ട് ഈ ബോട്ടിൽ പോകുമ്പോൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു ട്രിപ്പാണ്. പിന്നെ അധികം ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഫുള്ള് യൂറോപ്യൻസും അമേരിക്കൻസും കുറച്ച് ഓസ്ട്രേലിയക്കാരും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇന്ത്യക്കാരായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഒരു ബോട്ടിൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകും. ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഇങ്ങനെ കായലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറെ ഹൗസ് ബോട്ടുകൾ പോലത്തെ കുറേ ബോട്ടൊക്കെ കാണാം. ചെളിവെള്ളമാണ്, കലങ്ങിയ വെള്ളമായിരുന്നു കേട്ടോ ബോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഓരോരോ സ്ഥലത്തായി എത്തും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എത്തുന്നത് ഒരു മിഠായിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോക്കനട്ട് ക്യാൻഡി ഫാക്ടറിയിലേക്ക് കേട്ടോ. അവർ തേങ്ങ കൊണ്ട് ഇങ്ങനെ കുറേ ടൈപ്പ് മിഠായികൾ, നമ്മുടെ കടല മിഠായിയൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ കുറേ വെറൈറ്റി മിഠായികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണേ. തേങ്ങ തന്നെ ശരിക്കും ഇവരൊന്നും കണ്ടിട്ടില്ല. യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ തേങ്ങ പൊളിക്കുന്നതും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ പൊളിക്കുന്ന, നമ്മൾ സാധാരണ തേങ്ങ പൊളിക്കുന്ന ചിരവ പോലത്തെ മെഷീനും അത് ചിരവുന്ന മെഷീനും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഈ വിർജിൻ കോക്കനട്ട് ഓയിൽ, വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ എന്നിട്ട് ആ മെഷീനിലൊക്കെ പല മെഷീൻസിലും ഇട്ടിട്ട് അതിലേക്ക് കുറേ നട്ട്സും ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കടല മിഠായി പോലെ ഇങ്ങനെ പരത്തി കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ടൈപ്പ് ക്യാൻഡിയാണ് കേട്ടോ. ഇതിങ്ങനെ പാക്കറ്റ്സ് ആക്കിയിട്ട് അവർ വിൽക്കുന്നുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ വിൽക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങിയിട്ട് ഞങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് കുറേശ്ശെ. ഇങ്ങനെ കണ്ട ഒരുപാട് ടൈപ്പ് കുറേ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള കുറേ ക്യാൻഡീസ് ഒക്കെ കോക്കനട്ട് ക്യാൻഡീസാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉള്ള കോക്കനട്ട് ക്യാൻഡീസ് ആയിരുന്നു. ഈ തേങ്ങ പൊളിക്കുന്നതും അത് പൊളിക്കുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തിൽ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഇതൊന്നും അറിയാത്ത കാരണം അവർക്ക് ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തേങ്ങ പൊളിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ആ പാരയിലൊക്കെ വെച്ച് പൊളിച്ചൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ ഞങ്ങൾ ഗൈഡ്. അങ്ങനെ എല്ലാവരും കുറേ ഇതൊക്കെ വാങ്ങി, മിഠായികളൊക്കെ വാങ്ങിയിട്ട്. ഇതാണ് അവരുടെ മെഷീൻ. ആ പച്ച തേങ്ങ ആട്ടുന്ന മെഷീനാണ്. ആട്ടിയിട്ട് അതിന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു പഴുപ്പ് പോലെ ആക്കിയിട്ട് പിന്നെ അതുകൊണ്ട് ഈ ക്യാൻഡി ഉണ്ടാക്കുന്ന മെഷീനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫുൾ മെഷീൻസാണ്. പിന്നെ അവസാന കട്ടിങ് ഇതൊക്കെ മാത്രമാണ് ആൾക്കാർ ചെയ്യണത്. അതിലേക്ക് പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ നട്ട്സ്, ബദാമും പിസ്തയും അങ്ങനെ പലതും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കറക്റ്റായിട്ടുള്ള പച്ച കോക്കനട്ട് എന്നുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിൽ, അതിങ്ങനെ കത്തിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതൊക്കെ പ്രോസസ്സിങ് ഫുൾ ഇങ്ങനെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഇതാണ് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കടല മിഠായി പോലെ അവർ ഈ ക്യാൻഡി ആയിട്ട് പാക്ക് ചെയ്യുന്നത്. അത് കുറേ കളേഴ്സ് ഉണ്ട്. ശർക്കരയും ജാഗരിയും ഒക്കെ ഇട്ടിട്ടുള്ള റെഡ് കളറായിട്ടുള്ള ക്യാൻഡിയും ഉണ്ട്, ഗ്രീൻ കളറുണ്ട്, അങ്ങനെ കുറേ മിൻറ്റും അങ്ങനെ വേറെ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ പല കളേഴ്സിലും പല ഫ്ലേവേഴ്സിലൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ക്യാൻഡികൾ. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കുറേ എല്ലാവരും ഒരു പോലെ ഇങ്ങനെ ഉണ്ടാക്കി പൊതിഞ്ഞ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അതിന് അത് ഭയങ്കര വിലയൊന്നുമില്ല. നമ്മളെ ഒരു ഇന്ത്യൻ റുപ്പി ഒരു 200 റുപ്പീസും 300 റുപ്പീസൊക്കെയാണ് ഇത്ര പോകുന്നൊരു പാക്കിന് വരിക കേട്ടോ. എല്ലാവരും 2-3 പാക്കൊക്കെ വാങ്ങി. ഏതായാലും ഒരു വെറൈറ്റി ആണല്ലോ, ഡയറക്റ്റ്ലി ഫാക്ടറിയിൽ നിന്ന് വാങ്ങുന്നതല്ലേ എന്ന് വെച്ചാൽ എല്ലാവരും വാങ്ങിയിട്ട് പോയിട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇവർ ബോട്ട് കയറ്റി കൊണ്ടുപോകും. അങ്ങനെ അടുത്ത സ്ഥലം കണ്ടാലേ നമ്മൾ ഞെട്ടിപ്പോട്ടോ. ഇത് കണ്ടോ, നല്ല മൂർക്കം പാമ്പിനെ ഇങ്ങനെ ഇട്ട് വെച്ച വൈനാണിത്. വൈനിന് വീര്യം കൂടാൻ വേണ്ടി പാമ്പിനെ ഇട്ട് വെച്ച് പാമ്പ് അതിലിങ്ങനെ അലിഞ്ഞിട്ടുണ്ട് മൂർക്കം പാമ്പ്. അതിൻ്റെ വിഷമൊക്കെ അതിൽ ഇറങ്ങിയോന്നറിയില്ല. അവർ പറയുന്നത് എന്താണെന്നറിയാം, ഇതിൻ്റെ വീര്യം കൂടും, ഇത് മെയിൽസ് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടികൾ ഭയങ്കര ശക്തിയുള്ള ആൺകുട്ടികളാവും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. മറ്റേ യൂറോപ്യൻസും അമേരിക്കൻസൊക്കെ അതിങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇനി വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് ചെറിയ ബോട്ടിൽ ഓരോ മൂർക്കം പാമ്പിനെ കെട്ടുവെച്ച വൈൻ അവിടെ ഉണ്ട് കണ്ടോ. മൂർക്കം പാമ്പിനെ പോരാത്തവർക്ക് തേള്, പഴുതാര, അങ്ങനെ ഒരുവിധം എല്ലാ ജീവികളെയും പാമ്പിനെയും ഒക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ ഓരോരോ കുപ്പിയിൽ ഇങ്ങനെ വൈന് റെഡിയായിട്ട് വിൽക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. കുറേ യൂറോപ്യൻസൊക്കെ ഇതൊക്കെ വാങ്ങി ഒക്കെ കണ്ടോ, മൂർക്കം പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ്. എന്നിട്ട് അത് അതിലിങ്ങനെ അലിയണം അത്ര. എന്നിട്ട് ആ വൈന് കുടിച്ചാലാണ് മെയിൽസിൻ്റെ പവർ കൂടുക എന്നൊക്കെ ഉള്ളതാണ് ഈ വിയറ്റ്നാമീസുകാരുടെ വിശ്വാസം. ഓരോരോ വിശ്വാസങ്ങളെ. എന്നിട്ട് വീണ്ടും നമ്മൾ ബോട്ടിൽ കയറ്റിട്ടോ. ഇത് വീണ്ടും കുറച്ച് ദൂരം കൂടി ചെന്ന് അപ്പോൾ അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഈ പാമ്പിനെയൊക്കെ കഴുതി ചുറ്റാനുള്ള ചാൻസ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു വെജിറ്റബിൾ ഗാർഡനും ഉണ്ട്. കുറേ നല്ല ഭംഗിയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഒരു വലിയ ഫാം ഉണ്ട് കേട്ടോ. ആ ഫാം വിസിറ്റും ഉണ്ട് ഇതിൽ. ഈ ഫാമിൽ കണ്ടില്ലേ, നല്ല ഉണ്ടയായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആപ്പിളൊന്നും അല്ല കേട്ടോ. ഈ പൊമിലോ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വിയറ്റ്നാമിൽ എല്ലായിടത്തും കാണുന്നൊരു ഫ്രൂട്ടാണ് ഈ പൊമീലോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷമാമൊക്കെ പോലെയുള്ളൊരു ഫ്രൂട്ട്. ഇത് ഇവർ പറയണത് ഡയബറ്റീസിനൊക്കെ വളരെ നല്ലതാണെന്നാണ്. പിന്നെ വാനിലയുടെയും നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും ഒക്കെ തൈകളൊക്കെ ഉണ്ട്. ഇത് കുറേ ഓർക്കാപ്പുളികളും അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, വിയറ്റ്നാം മേളി ചക്ക,
പ്ലാവുകൾ, അങ്ങനെ കുറേ പ്ലാവുകളുണ്ട്, കുറേ സപ്പോട്ട മരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുറേ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പൊങ്കീൻ വില്ലകൾ, എല്ലാ കളേഴ്സും ഉള്ള കുറേ ചെടികളുണ്ട്, പപ്പായകളുണ്ട്. അങ്ങനെ കുറേ ചെടികളൊക്കെ ഉള്ളൊരു ഫാമാണ് കേട്ടോ. പച്ചക്കറികളും കുറേ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഹട്ട് പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഫാമിലുണ്ടായ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അവർ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുതരും. അതുപോലെ അവരുടെ ഒരു മ്യൂസിക് ഷോയും ഉണ്ട്. അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വിയറ്റ്നാമീസ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ വക ഒരു പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇത് കണ്ടോ, അവിടെ തന്നെ ആ ഫാമിലുണ്ടായ നല്ല ഫ്രഷ് പൈനാപ്പിള്, പഴം, അതുപോലെ മാങ്ങ, ചക്കയുടെയും മാങ്ങയുടെയൊക്കെ കൂടെ ഒന്ന് നമുക്ക് മുക്കി തിന്നാൻ വേണ്ടിയിട്ട് അവർ മുളകും ഉപ്പും ഒക്കെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കുന്ന പോലെ ഉപ്പും മുളകും ഇങ്ങനെ മിക്സ് ആക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവരൊരു പ്രത്യേക ഓർഡറിലാണ് അത് വെക്കുന്നതൊക്കെ. ആദ്യം ഒരു സൈഡിൽ മധുരമുള്ളത്, പിന്നെ ഒരു സൈഡിൽ പുളി, അങ്ങനെ എന്തൊക്കെയോ ഓർഡറൊക്കെ പറഞ്ഞു കേട്ടോ വെക്കാൻ. ചിക്കുമൊക്കെ നല്ല ടേസ്റ്റിയാണ്, നല്ല ചിക്കുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ചക്ക വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ച് നല്ല സ്റ്റിഫുമാണ്, നല്ല മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഒക്കെ കുരുവൊക്കെ കളഞ്ഞ് നല്ല നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ടാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇതിൽ അമേരിക്കൻസൊക്കെ ഈ ചക്ക എന്ന് പറഞ്ഞ ഫ്രൂട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തെന്താ അതിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത്ഭുതത്തിൽ കാണിച്ച് ഞങ്ങൾ വിയറ്റ്നാം വേളി ആ പ്ലാവൊക്കെ അവർ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ചക്ക ഇതിലുണ്ടായതെന്നൊക്കെ ചോദിച്ച് ആ മരമൊക്കെ കാണാനൊക്കെ നടക്കണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്രൂട്ട്സൊക്കെ എല്ലാവരും കഴിച്ച് എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് അവിടെ അവരുടെ വക പാട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ വക പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. 5-6 പേരുണ്ടായിരുന്നു. 5-6 ആൾക്കാർ ഓരോരുത്തരും ആദ്യം ഒറ്റക്ക് പാടി, പിന്നെ എല്ലാവരും കൂടി പാടി കേട്ടോ. കണ്ടോ, ഈ ചക്ക നല്ല ടേസ്റ്റിയാണ്, നല്ല കളറും ഉണ്ട്. ഇവിടുത്തെ വിയറ്റ്നാം വേളി ചക്ക തന്നെയാണത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ വിയറ്റ്നാം വേളി, അത് വിയറ്റ്നാമിൽ നിന്ന് വന്നതാണല്ലോ ശരിക്ക്. വിയറ്റ്നാമിൽ നിറയെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. താഴെ മുതലേക്ക് അയച്ച് നിറച്ച് നിൽക്കുന്ന പ്ലാവുകൾ നമുക്ക് വഴി നീളെ കാണാം കേട്ടോ. അതുകൊണ്ടായിരിക്കും അവിടുന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പം ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ വിയറ്റ്നാം വേളി എല്ലായിടത്തും. അങ്ങനെ പിന്നെ അവരുടെ മ്യൂസിക് ഷോയൊക്കെ കണ്ട് കുറച്ച് ഒരു 1/2-3 മണിക്കൂറോളം നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരിക്കും. അവർ കുറേ പേര് ലൈവ് ബാൻഡ് ഉണ്ട് കേട്ടോ. ഈ ഗിറ്റാറും ഒക്കെ കുറച്ച് ആൾക്കാർ ഇരുന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ 3-4 പേര് ആദ്യം ഒറ്റക്കൊറ്റയ്ക്ക് ഒരു പാടി, പിന്നെ ഇവരുടെ ഫുള്ള് ഒരു ഒന്നിച്ചുള്ള ഒരു സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ടിപ്പൊക്കെ കൊടുത്ത് നമ്മൾ വീണ്ടും ബോട്ടിൽ കയറി അടുത്ത യാത്ര ചെയ്തിട്ടോ, അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്റ്റോപ്പാണ്. അടുത്ത സ്റ്റോപ്പിലേക്ക് നമ്മൾ ബോട്ടിലല്ല കേട്ടോ പോയത്, നമ്മളൊരു സഫാരി ജീപ്പിലാണ് കൊണ്ടുപോയത് അവർ. അതൊരു വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഫാം വിസിറ്റാണെന്ന് പറഞ്ഞു. അവിടെ തന്നെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ ആ ജീപ്പിൽ കൊണ്ടുപോയിട്ടോ. അവിടെ എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ പോലെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന ഒരു ഫാം കാണാം കേട്ടോ. കുറേ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫാമാണ്. ഈ പീച്ചങ്ങ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉണ്ടാവുന്നത്. നമ്മൾ ഈ കുളിക്കുമ്പോൾ സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പീച്ചങ്ങ, അതാണെന്നാണ് പറഞ്ഞത്. ഈ നീളത്തിലിങ്ങനെ കിടക്കുന്ന സാധനം നമ്മൾ ആദ്യം വല്ല പടവലങ്ങിയൊക്കെ വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സ്ക്രബായിട്ട് വാഷിങ്ങിലും ബാത്തിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബായിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ആ ഒരു പീച്ചങ്ങ എന്ന് പറഞ്ഞ സാധനം തോന്നുന്നു. പിന്നെ ആ പൊമിലോ എന്ന് പറഞ്ഞ ഫ്രൂട്ട് നിറയെ ഉണ്ട്. അത് വിയറ്റ്നാമിൽ ഫുള്ള് ഇങ്ങനെ കാണാം കേട്ടോ. എല്ലായിടത്തും എല്ലാ ഫാമുകളിലും ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സാധനമാണ് ഈ പൊമിലോ. അങ്ങനെ ആ ഫാമൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ പന്തലൊക്കെ ഇട്ട് നീളത്തിൽ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ പന്തലിട്ടേക്കാണ്. നമ്മൾ പടവലങ്ങയും കൈപ്പക്കയും പാവയ്ക്കയും ചെരങ്ങയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പന്തലിട്ടിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അവർ പറഞ്ഞു ഈ പൊമിലോ എന്ന് പറഞ്ഞത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഡയബറ്റിക് ആയ ആൾക്കാരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ഈ പൊമിലോ കഴിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, പൊമിലോ അങ്ങനെ കുറേ മരങ്ങളിൽ ഞങ്ങൾ കണ്ടു കേട്ടോ അവിടെ ആ ഫാമിലൊക്കെ. അങ്ങനെ ആ ഫാം വിസിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയാണ് ഈ മലമ്പാമ്പിനെ കഴുത്തിലിടുന്ന പരിപാടി കേട്ടോ. ധൈര്യമുള്ളവർക്കൊക്കെ അതും ഒരു ട്രയൽ നോക്കാം. അങ്ങനെ ആ മലമ്പാമ്പിൻ്റെ സ്ഥലത്തേക്ക് വേണ്ടി നമ്മളെ വീണ്ടും അവർ ബോട്ടിൽ കയറ്റി കേട്ടോ. എന്നിട്ട് ഇതൊക്കെ പോകുന്നത് ഈ മെക്കോങ് ഡെൽറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ്. ഈ ഇങ്ങനത്തെ ബോട്ടുകളിൽ ഇങ്ങനത്തെ ഒരു ക്യാപ്പൊക്കെ ഉണ്ടാവും എല്ലാ ബോട്ടിലും. അപ്പോൾ എല്ലാവർക്കും ക്യാപ്പൊക്കെ വെച്ച് തന്ന് ഈ തിങ്ങി നിൽക്കുന്ന ഒരു തെങ്ങും ഈ കുറേ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഈ മെക്കോങ് ഡെൽറ്റ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് കൂടിയാണ് ഇങ്ങനെ തുഴഞ്ഞ് കൊണ്ടുപോകുക കേട്ടോ ഓരോ സ്ഥലത്തേക്കും. നമ്മളിങ്ങനെ കണ്ട കുറേ പ്രായമായ ആൾക്കാരും കുറേ പ്രായമായ ലേഡീസ്, കുറേ ചെറിയ കുട്ടികൾ ഒക്കെ ഇങ്ങനെ ഈ ബോട്ട് തുഴയുന്നുണ്ട്. ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും ഉപജീവന മാർഗ്ഗമാണ് അത്ര ഈ ബോട്ടിങ്, മെക്കോങ് ഡെൽറ്റയിൽ കൂടിയുള്ള ബോട്ടിങ് കേട്ടോ. പിന്നെ കണ്ടൊരു പ്രത്യേകത, ഒരുപാട് വയസ്സായ സ്ത്രീകളും ആണുങ്ങളും ഒക്കെ ഈ ഒരേപോലെ ജോലി എടുക്കുന്നുണ്ട്. കുട്ടികളും എല്ലാവരും, എല്ലാ ഏജ് ഗ്രൂപ്പുകാരും ഒരുപോലെ ജോലി എടുക്കുന്നത് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു മിഡിൽ ഏജ്, ഒരു യങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണല്ലോ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുക. അത്യാവശ്യം ഹെവി ആയൊരു ജോലിയല്ലേ. ഈ എല്ലാവരും ഒരുപോലെ ജോലി എടുക്കുന്ന ഒരു നേച്ചറാണെന്ന് തോന്നുന്നു ഈ വിയറ്റ്നാമീസുകാർക്ക്.
അങ്ങനെ ഇവിടെ കുറേ സൈഡിൽ കണ്ടോ ഇവരിങ്ങനെ മതിൽ പോലെ ഒരു ദണ്ടൊക്കെ ഒരു ഇതിൻ്റെ മുകളിൽ കൂടി ഒരു പ്രത്യേക ടെക്നിക്കൊക്കെ വെച്ച് ചളി ഇങ്ങനെ വാരി എറിഞ്ഞ് അത് ഉരുട്ടി പോകാൻ ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ. എന്നിട്ട് അവർ ബ്രിഡ്ജ് പോലെ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ആ മെക്കോങ്ടെറ്റിലെ തെങ്ങുകൾക്കൊക്കെ വെള്ളം ഒലിച്ചു പോവാതെ കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ദണ്ട് പോലെയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചപ്പോൾ കേട്ടോ. ഞങ്ങളെ ബോട്ട് തുഴഞ്ഞിരുന്ന ലേഡി പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയ പോലെ എല്ലാവരും ഒരുപോലത്തെ തൊപ്പിയൊക്കെ ഇടിപ്പിച്ചിട്ടാണ് അവർ കൊണ്ടുപോവുക. ഓരോ ബോട്ടിലും ഒരുപോലത്തെ ഒരു 5-6 തൊപ്പി ഉണ്ടാവും. ഇത് കണ്ടില്ലേ, എല്ലാവരും വരിക്ക് ഇങ്ങനെ ഒരേപോലെ യൂണിഫോം ഇട്ട പോലത്തെ തൊപ്പിയൊക്കെ ഇട്ട് സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എല്ലാ ബോട്ടിലും ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. സെയിം കളറ് തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ വരിയായിരിക്കുന്ന കാണാൻ. അങ്ങനെ അടുത്ത സ്റ്റോപ്പിലെത്തിയിട്ടോ നമ്മൾ. അപ്പോൾ അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് മലമ്പാമ്പിനെ കഴുത്തിലിടാനുള്ള ചാൻസ് കേട്ടോ. നമ്മൾ ചെന്ന ഉടനെ തന്നെ ധൈര്യമുള്ള ആൾക്കാരൊക്കെ വരാം എന്ന് പറഞ്ഞ് ഒരു ലേഡി ഇങ്ങനെ വലിയൊരു മലമ്പാമ്പിനെ പിടിച്ചിങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് കണ്ടോ. അപ്പോൾ ആദ്യം തന്നെ അമേരിക്കൻസും യൂറോപ്യൻസൊക്കെ ചാടി കയറി കഴുത്തിലൊക്കെ ഇട്ടു. അവർക്ക് പിന്നെ ഭയങ്കര ധൈര്യമാണല്ലോ എന്തിനും. അപ്പോൾ എല്ലാവരും ഇട്ടത് കണ്ട് ഞങ്ങൾ നോക്കി. പേടിയൊന്നും ഉണ്ടായില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞു വിഷമൊന്നുമില്ല, കടിക്കൊന്നുമില്ല. പക്ഷെ അവിടെ തന്നെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ. തലയുടെ താഴെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞ് കുത്തിയാൽ വിഷമില്ലെങ്കിൽ തന്നെ കുത്തിയാൽ നമുക്കൊരു മുറിവാകുകയും ചെയ്യും, നമുക്ക് പേടിയുമല്ലേ. ഏതായാലും എല്ലാവരും ട്രയൽ നോക്കുന്നുണ്ട്. ട്രയൽ നോക്കി ഒന്ന് പേടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതൊന്ന് തിരിയുന്ന കണ്ടപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ആയി. എന്നാലും അവർ നേരെ ഹോൾഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലാണ്ട് കുറച്ച് നേരം നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അത്യാവശ്യം ഫോട്ടോക്കും വീഡിയോക്കൊക്കെ നിൽക്കാൻ പറ്റി. അങ്ങനെ ആ പാമ്പിൻ്റെ സാഹസം കൂടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അവരുടെ വക തന്നെ കുറേ തേനുണ്ടായിരുന്നു കേട്ടോ. ഹണി അവിടെ തന്നെ ഉണ്ടാക്കണ ഹണി, ഫാമിൽ ഉണ്ടാക്കണ ഹണിയും ലെമണ് കുഴച്ച ഒരു ജ്യൂസ് കുടിക്കാൻ തന്നു കേട്ടോ. ഫുള്ള് ഹണി ബീസ്, അവിടെ ഈച്ചയല്ല, ഇതിങ്ങനെ ഹണി ബീസ് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. പിന്നെ ഈ തേനൊക്കെ ചേർത്തുണ്ടാക്കിയ കുറേ കടലമിഠായിയും സ്വീറ്റ്സും ഒക്കെ കഴിക്കാൻ തന്നു കേട്ടോ. വേണ്ടവർക്കൊക്കെ അത് വാങ്ങി കൊണ്ടുപോവുകയും ചെയ്യാം. ഇവരുടെ പ്യുവറായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഹണി എന്ന് പറഞ്ഞ ബോട്ടിൽസിൽ വിൽക്കാനും ഉണ്ട്. അങ്ങനെ അതോടുകൂടി നമ്മുടെ മെക്കോങ് ഡെൽറ്റ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ ബോട്ടിൽ തന്നെ കയറ്റിയിട്ട് നമ്മൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.